നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏതാനും ചില ജില്ലകളിൽ കോൺഗ്രസിനും BJPക്കും സാധ്യത ഉണ്ടാകാൻ പോകുന്ന മണ്ഡലങ്ങളെക്കുറിച്ച് നമുക്കിവിടെ പറഞ്ഞു പോകാം. അവിടെ കോൺഗ്രസിന് മാത്രമല്ല 3 മുന്നണികൾക്കും വളരെ നല്ലൊരു മത്സരം കാഴ്ചവെക്കേണ്ടി വരുന്നത് എന്ന് തന്നെ നമുക്ക് ചുരുക്കി പറയാം. അതായത് അതിൽ ആദ്യമായി നമുക്ക് പറയാൻ കഴിയുന്നത് നേമത്ത് ആയിരിക്കും. നേമത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണ് കേൾക്കുന്നത്. അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് ലോക്സഭ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖർക്ക്, അതായത് BJPക്ക് നേമത്ത് വളരെ നല്ല ലീഡാണ് ഉണ്ടായിരുന്നത്. നേമത്ത് അത്തരത്തിൽ, അതായത് BJPക്ക് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആര്യ രാജേന്ദ്രൻ മേയറെ CPM സ്ഥാനാർത്ഥിയാക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആര്യ രാജേന്ദ്രൻ മത്സരിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് വീണ നായർ സ്ഥാനാർത്ഥിയാകും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഏതായാലും ആര്യ രാജേന്ദ്രൻ മേയർ എന്ന രീതിയിൽ അവർക്കുണ്ടായിട്ടുള്ള അവമതിപ്പ് എത്ര കണ്ട് CPMന് മറികടക്കാൻ കഴിയും? അതായത് നേമത്ത് തന്നെ ഉള്ള KSRTC ഡ്രൈവർ, ആ ഒരു ഡ്രൈവറിന് എതിരെയാണ് ഇവർ ഈ പറയുന്ന കേസും കോലാഹലവും ഒക്കെ ഉണ്ടായത്. അപ്പോൾ വി ശിവൻകുട്ടി എന്ന ഇപ്പോഴത്തെ മന്ത്രി, അവിടുത്തെ MLA, അദ്ദേഹം മാറിയാൽ, ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ സ്ഥാനാർത്ഥിയായാൽ NSSന്റെ വോട്ട് ആര്യ രാജേന്ദ്രൻ ലക്ഷ്യമിടുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ എത്ര കണ്ട് ഫലവത്താകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി 1ാം സ്ഥാനം എത്തിയ ഇടമാണ് നേമം നിയോജക മണ്ഡലം. അപ്പോൾ അവിടെ മത്സരം തീപാറുക തന്നെ ചെയ്യും. അടുത്ത നമുക്ക് രണ്ടാമതായി പറയാൻ കഴിയുന്നത് കഴക്കൂട്ടത്തായിരിക്കും. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ആയിരിക്കും CPMന് വീണ്ടും സ്ഥാനാർത്ഥിയാവുക. കടകംപള്ളി സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ വി മുരളീധരൻ വീണ്ടും BJPക്ക് അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ഈഴവ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. വി മുരളീധരനും അങ്ങനെ തന്നെ. അങ്ങനെ വരുമ്പോൾ അവിടെ കോൺഗ്രസിന് MA വാഹിദിന് അവിടെ കഴക്കൂട്ടത്ത് അദ്ദേഹത്തിന് വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട്. അങ്ങനെ ഈ 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ കഴക്കൂട്ടത്ത് തീപാറുന്ന മത്സരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം MA വാഹിദ് ഒരു തവണ കടകംപള്ളി സുരേന്ദ്രനെ, MA വാഹിദ് ഒരു തവണ അവിടെ MLA ആയിരുന്നതാണ്. അദ്ദേഹത്തിന് അവിടെ വ്യക്തിബന്ധങ്ങളുണ്ട്. കടകംപള്ളി ആകട്ടെ 2 തവണ ഇപ്പോൾ കഴക്കൂട്ടത്ത് നിന്ന് ജയിച്ചു കഴിഞ്ഞു. വി മുരളീധരനുമായി തീപാറുന്ന മത്സരമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളിക്ക് നേരിടേണ്ടി വന്നത്. ഇനി നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ അടുത്ത മറ്റൊരു മണ്ഡലം കോന്നിയാണ്. ലോകസഭയിലേക്ക് ഇപ്പോൾ MP ആയി പോയിട്ടുള്ള അടൂർ പ്രകാശ് കോന്നിയിലേക്ക് തിരിച്ച് വരുന്നു. അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ജനീഷ് കുമാർ എന്ന ഇപ്പോഴത്തെ CPM MLAക്കെതിരെ നല്ലൊരു മത്സരമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. കോന്നിയിൽ ഇതിനു മുമ്പ് K സുരേന്ദ്രൻ BJPയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചിരുന്നതാണ്. ഇത് അവിടെ ഒരു തീവാർന്ന മത്സരം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് ഇതുവരെ കോന്നിയിൽ ആരായിരിക്കും എന്നുള്ളത് വിവരം പുറത്തു വന്നിട്ടില്ല. ഇനി മറ്റൊന്ന് തിരുവനന്തപുരം സെൻട്രൽ ആയിരിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഇപ്പോഴത്തെ MLA മുൻ മന്ത്രിയായിരുന്ന ആന്റണി രാജുവാണ്. ആന്റണി രാജു തന്നെ ആയിരിക്കും LDFന്റെ സ്ഥാനാർത്ഥിയാവുക. എതിർ സ്ഥാനാർത്ഥിയായി CMBയിലുള്ള, അതായത് UDFന്റെ സ്ഥാനാർത്ഥിയായി CP ജോൺ മത്സരിക്കാൻ സാധ്യതയുണ്ട്. CP ജോണിന് സീറ്റ് കൊടുക്കണം എന്ന ആവശ്യം കോൺഗ്രസിനകത്ത് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ആന്റണി രാജു ലത്തീൻ സമുദായത്തിന്റെ ആളാണ്. CP ജോണും ലത്തീൻ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ആ തീരദേശ മേഖലയിലെ വോട്ട്, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് CP ജോണിന് കിട്ടും എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. BJP ആകട്ടെ ശ്രീലേഖ IPSനെയാണ് അവർ നിർത്തുന്നത്. ശ്രീലേഖ IPS സ്ഥാനാർത്ഥിയാകുമ്പോൾ, BJPക്ക് സ്ഥാനാർത്ഥിയാകുമ്പോൾ അവിടെ മുൻപ് കൃഷ്ണകുമാർ എന്ന സിനിമാ താരം മത്സരിച്ചിരുന്നു. ശ്രീശാന്ത് മത്സരിച്ചിട്ടുണ്ട്, ക്രിക്കറ്റ് താരം. അവിടെ നല്ല മത്സരം ഉണ്ടായിരുന്നതാണ്. അപ്പൊ ശ്രീലേഖ IPS മത്സരിക്കുമ്പോൾ BJP, കോൺഗ്രസ്, BJP, UDF, LDF ഇങ്ങനെ 3 മുന്നണികളുടെയും തീവാർന്ന മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്ന് പൂഞ്ഞാറാണ്. പൂഞ്ഞാറ് BJPയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത് ഷോൺ ജോർജ് ആണ്. ഷോൺ ജോർജ് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ
BJPക്ക് അവിടെ എത്ര കണ്ട് വിജയിക്കാൻ കഴിയും? അതായത് BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് പൂഞ്ഞാറ്. അവിടെ ഇപ്പോൾ MLA ആയിരിക്കുന്നത് സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ്. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ തന്നെയായിരിക്കും LDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ഇനി കായംകുളത്ത് യു പ്രതിഭ സ്ഥാനാർത്ഥി ആകില്ല. യു പ്രതിഭയ്ക്ക് പകരം CS സുജാതയോ അല്ലെങ്കിൽ തോമസ് ഐസക്കോ. തോമസ് ഐസക്കിന്റെ സാധ്യത തീർത്തും വിരളമാണ്. എന്നാൽ CS സുജാതയോ SFIയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ശിവപ്രസാദോ മത്സരിക്കാൻ സാധ്യതയുണ്ട്. കായംകുളത്ത് BJPയുടെ വളരെ പ്രസ്റ്റീജ് ആയിട്ടുള്ള മത്സരം ഉണ്ടാകും. അത് ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി എന്നാണ് അറിയാൻ കഴിയുന്നത്. കായംകുളം, അതായത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കായംകുളം ഒന്നാം സ്ഥാനത്ത് BJP ആയ കായംകുളം നിയോജക മണ്ഡലത്തിൽ BJP ഒന്നാം സ്ഥാനത്ത് എത്തിയതാണ്. അന്ന് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചതാണ്. അങ്ങനെ വരുമ്പോൾ കായംകുളത്തെയും മത്സരം തീ പാറാനുള്ള സാധ്യത ഉറപ്പാണ്. ശോഭാ സുരേന്ദ്രൻ BJPക്കും, M ശിവപ്രസാദോ അല്ലെങ്കിൽ CS സുജാതയോ LDFനും മത്സരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഹരിത ബാബു എന്ന കോൺഗ്രസിന്റെ പ്രവർത്തക ആയിരിക്കും മിക്കവാറും UDFന്റെ സ്ഥാനാർത്ഥിയാവുക. അടുത്ത മറ്റൊരു മണ്ഡലം അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴ ഇപ്പോൾ നിലവിൽ H സലാമാണ് അവിടുത്തെ MLA. M ലിജു ഒരു തവണ കൂടി, അതായത് സുധാകരനോട് പലതവണ തോറ്റിട്ടുള്ള M ലിജു എന്ന കോൺഗ്രസിന്റെ നല്ലൊരു മുഖമായ M ലിജു മത്സരിക്കാൻ സാധ്യതയുണ്ട്. സന്ദീപ് വാചസ്പതി മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവിടെയും ഒരു തീപാറുന്ന മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. മൂന്നാമതായി അടുത്ത നമ്മൾ പറയുന്നത് തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ മാത്യു ടി തോമസ് ആണ്. മാത്യു ടി തോമസിനെതിരെ UDF അവിടെ PJ കുര്യൻ എന്ന പഴയ പടക്കുതിരയെ ഇറക്കാൻ സാധ്യതയുണ്ടോ എന്നും PJ കുര്യൻ ഇറങ്ങും എന്ന് പറയുന്നുണ്ട്. PJ കുര്യൻ അത്യാവശ്യം നല്ല ബന്ധമാണ് മണ്ഡലത്തിലുള്ളത്. അപ്പോൾ തിരുവല്ലയിൽ അദ്ദേഹമാണ് UDFന് ഇറങ്ങുന്നെങ്കിൽ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മത്സരം വളരെ നല്ല രീതിയിൽ കടുക്കാനാണ് സാധ്യത. ഇനി മറ്റൊരിടം കൂടിയുണ്ട്, തൃശ്ശൂർ ഇപ്പോഴത്തെ MLA ബാലചന്ദ്രനാണ്. ബാലചന്ദ്രൻ CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു, LDF സ്ഥാനാർത്ഥിയായിരുന്നു. കഴിഞ്ഞ തവണ പത്മജ വേണുഗോപാലും സുരേഷ് ഗോപിയും മത്സരിക്കുമ്പോൾ അവർക്കെതിരെ തീപാറുന്ന മത്സരം കാഴ്ചവെച്ച വ്യക്തിയാണ് ബാലചന്ദ്രൻ. 1000 വോട്ടിനോ മറ്റാണ് ബാലചന്ദ്രൻ ജയിച്ചത്. അപ്പോൾ ഇത്തവണയും അവർ നിർത്തുന്ന സ്ഥാനാർത്ഥി UDFന് സന്ദീപ് വാര്യരും അതുപോലെ BJPക്ക് MD രമേശും ആകാനുമാണ് സാധ്യത. MD രമേശും സന്ദീപ് വാര്യരും തമ്മിലുള്ള മത്സരം കൂടെ ബാലചന്ദ്രൻ തന്നെ മത്സരിക്കും എന്ന് തന്നെ കേൾക്കുന്നു. അങ്ങനെയാകുമ്പോൾ സന്ദീപ് വാര്യർക്ക് എന്ത് വില കൊടുത്തും ജയിക്കണമെന്നും എന്നാൽ സന്ദീപ് വാര്യരെ തോൽപ്പിക്കണമെന്നും BJP MD രമേശ് എന്ന സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ അവരുടെ ആവശ്യമാകുമ്പോൾ എങ്ങനെയാണ് ഒരു വിജയിയെ അവിടെ കണ്ടെത്തുക എന്നുള്ളത് ശരിക്കും പ്രവചനാതീതമായിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഇത്തരത്തിൽ നാം ഇപ്പോൾ പറയുന്ന സ്ഥാനാർത്ഥികളുടെ ചിത്രം ഇവരൊക്കെ ആയിരിക്കും എന്ന് കണ്ട് ഒരു ഏകദേശ ധാരണയിലാണ് നാം സംസാരിക്കുന്നത്. ഇത്രയും ഇടങ്ങളിൽ വളരെ കടുത്ത മത്സരം 3 മുന്നണികൾക്കും നടത്തേണ്ടി വരും. നമുക്കത് കാത്തിരുന്ന് കാണാം.